പത്തനംതിട്ടയിൽ ബലക്ഷയം കാരണം പ്രവർത്തനാനുമതി നിഷേധിച്ച സ്കൂൾ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണി ഒന്നും നടത്താതെ തന്നെ താൽക്കാലിക ഫിറ്റ്നസ് നൽകി മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത്. 52 വർഷം പഴക്കമുള്ള ആറന്മുള സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് താൽക്കാലിക ഫിറ്റ്നസിൽ പ്രവർത്തിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ടിലേക്ക്. ആറന്മുള സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. സ്കൂളിലെ ഈ കെട്ടിടത്തിന് 52 വർഷം പഴക്കമുണ്ട്. 1972 ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇത്രയും കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയിരുന്നു. സ്കൂൾ അധികൃതർ സമീപിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഫിറ്റ്നസ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. 3 മാസത്തേക്ക് താൽക്കാലികമായാണ് ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന് ഇപ്പോഴും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ 1ാമത്തെ നിലയ്ക്ക് മാത്രമാണ് താൽക്കാലികമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ കുട്ടികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത ഈ താഴത്തെ ഈ കെട്ടിടത്തിൽ, ഈ മുറികളിൽ ഇപ്പോഴും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിന് ഫിറ്റ്നസ് ഇല്ല, പിന്നെങ്ങനെ 1ാമത്തെ നിലയ്ക്ക് ഫിറ്റ്നസ് നൽകാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു ദൃശ്യം കൂടി കാണിക്കാം. ഈ 52 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ഭാഗമാണിത്. ഈ രീതിയിൽ കമ്പികളൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട്. തുടർ നടപടി വേഗത്തിലാക്കണമെന്ന് പറയുന്നു. തുടർ നടപടി വേഗത്തിലാക്കാനുള്ള നടപടി ഇവർ സ്വീകരിക്കുന്നുണ്ടോ? തുടർ നടപടികൾ വേഗത്തിലാക്കാമെന്നുള്ള ഉറപ്പ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 20 ലക്ഷം രൂപ ഇതിനായിട്ട് അനുവദിച്ചു എന്നാണ് അവിടുന്ന് ഞങ്ങളോട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. കാര്യം കൂടെ, ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന് ഫിറ്റ്നസ് ഇല്ല, 1ാമത്തെ നിലയ്ക്ക് മാത്രം ഫിറ്റ്നസ് നൽകിയിരിക്കുന്നു. മുകളിൽ കുട്ടികളുണ്ട്, താഴെയാണെങ്കിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. ഭയമുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും അധ്യാപകരടക്കം എല്ലാവരും സ്വന്തം ജീവനിൽ ഭയന്നാണ് ഇവിടെ കഴിയുന്നത്. ഇപ്പോൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണല്ലോ, ധാരാളം കുട്ടികളുള്ള ഒരു സ്കൂൾ കൂടിയാണ്. തീർച്ചയായിട്ടും ഏകദേശം 400-നടുത്ത് കുട്ടികൾ ഇന്ന് പഠിക്കുന്ന ജില്ലയിലെ തന്നെ പ്രമുഖമായ ഒരു വിദ്യാലയം, അതുപോലെ ഏറ്റവും കൂടുതൽ വിജയശതമാനം വർഷങ്ങളായിട്ട് കാത്തുപരിപാലിക്കുന്ന ഒരു വിദ്യാലയം, അതുപോലെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എല്ലാ വർഷവും ഹയർ സെക്കൻഡറിയിലടക്കം നടക്കുന്ന ഒരു വിദ്യാലയം. ഈ സ്കൂളിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ എതിർവശത്ത് മറ്റൊരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും. അത് നിർമ്മാണം പുരോഗമിക്കുന്നതാണ്. ആ കെട്ടിടത്തിൻ്റെ 1ാമത്തെ ഗ്രൗണ്ട് ഫ്ലോറ് MLA ഫണ്ട് ഉപയോഗിച്ചും 1ാം നില ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുമാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പക്ഷേ 1ാം നിലയുടെ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അത് നിർമ്മാണം അതിൻ്റേത് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് എന്നൊരു പരാതി കൂടിയുണ്ട്. അങ്ങനെ പ്രതിസന്ധിയിലുള്ള ആറന്മുള സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ഇപ്പോൾ ഈ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി എല്ലാ നിലകൾക്കും ഫിറ്റ്നസ് ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ കൂടിയാണ് സ്കൂൾ അധികൃതർ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.